മുട്ട ഞാനിട്ടതല്ല, കോഴിയിട്ടതാ. കേട്ടടാ? ഇവന്റെ ഒരു മുട്ട. ചിക്കൻ ഫ്രൈ എന്തായി? ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ കോഴിയെ പിടിക്കാൻ പോയിരിക്കടാ. പിടിച്ചോണ്ട് വരുമ്പോ ഉണ്ടാക്കി തരും. വെയിറ്റ് ചെയ്യടാ. ഈ മേശയ്ക്കൊന്ന് വൃത്തിയാക്കി ഇട്ടു. നേരത്തെ മേശ തന്നെ വന്നത് അതിലും വൃത്തിയാണ് ഇവിടുത്തെ ഫുഡ്. വേണേ കേട്ട്. സലീം കുമാർ, ഈ ഒച്ച എവിടെയോ കേട്ടതുപോലുണ്ടല്ലോ. സാറേ, എന്റെ ഹൃദയത്തിൽ ഹോൾസ് വീണുകൊണ്ടിരിക്കുക സാറേ. ചികിത്സക്ക് 1 ലക്ഷം രൂപയോളം ആവും. ഈ സാറ് ആവുന്ന പോലെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സാറൊരു പ്രോമിസറി നോട്ട് ഒപ്പിട്ട് തന്നാൽ മാത്രം മതി. എന്റെ ഹൃദയത്തിലെ ഹോൾ അടഞ്ഞോളും സാറേ, അടഞ്ഞോളും. ഇവിടെ ഞാൻ ഓടിച്ചിരുന്ന കാര്യം ഞാൻ തല്ലി പിടിക്കും. സാറേ, ഈ കൈ കൊണ്ട് അടി വാങ്ങാനാണ് എന്റെ വീട്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഇപ്പം തന്നെ തൊടാൻ എനിക്ക് ഇഷ്ടമായി. താങ്ക് യു സാറേ. അപ്പൊ സാറ് തല്ലിയില്ലായിരുന്ന? ഞാൻ എത്തിയല്ലേ ഉള്ളൂ. ഇങ്ങനെ ധൃതി പിടിച്ചാലോ അടി താഴെ വന്നോളൂ. ക്യാഷ് അവറാ? ക്യാഷോ? സാറേ, ക്യാഷ് സാറ് ജാമ്യം നിന്ന് ക്യാഷും നാട്ടുകാരെ ഞാൻ പരിച്ചുണ്ടാക്കിയ ക്യാഷും എല്ലാം കൂടെ കൂട്ടി കൊച്ചിയിൽ ഒരു കൊച്ചു തട്ടുകട തുടങ്ങാനുള്ള പരിപാടിയായിരുന്നു. അതിനുള്ള കാശ് തികഞ്ഞില്ല. ഇപ്പൊ ലേറ്റസ്റ്റ് ട്രെൻഡ് റിയൽ എസ്റ്റേറ്റ് അല്ലേ? അതുകൊണ്ടുള്ള കാശെല്ലാം കൂടെ കൊടുത്ത് ഞാനൊരു 5 സെന്റ് സ്ഥലം ഒരു വീട് വാങ്ങി സാറേ. പക്ഷെ ഇവിടെയുള്ള കൂതറ കുറെ ഗുണ്ടകളെല്ലാം കൂടെ ചേർന്ന് എന്നെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കി ആ വീട്ടിൽ കയറി താമസം തുടങ്ങി സാറേ. ഒരു ഗതിയില്ലാണ്ട് ഞാൻ ഈ പണിക്ക് വന്നത്. എന്നാ വീടൊന്ന് കാണണല്ലോ. കണ്ടിട്ട് എടുക്കാൻ അവന്മാരുടെ കയ്യിൽ കുത്തു മേടിക്കാനാണോ സാറേ? അവന്മാര് ചില്ലറക്കാരല്ലേ സാറേ? മട്ടാഞ്ചേരിയില് വലിയ കൊട്ടേഷൻ ടീമാ സാറേ. ഇനി ഇത് എന്റെ വീടാ. എന്റെ അനുവാദം ഇല്ലാതെ ആരെങ്കിലും കാലെടുത്ത് വെച്ചാ സാറ് പപ്പടം പൊടിക്കുന്ന പോലെ പൊടിക്കും. നിന്നോടും കൂടിയാ. സാറ് വണ്ടേ പൊടിച്ചതല്ലേ സാറേ? ഇപ്പൊ മനസ്സിലായോടാ കൂതറകളെ സാറിന്റെ പവർ എന്താണെന്ന്. ഇനി എങ്ങാനും സാറിനോട് കളിച്ചാൽ നിന്റെയൊക്കെ നാട്ടിലൂരി സവോള ഗിരിഗിരിയാക്കി കളയും സാറ്. എടാ മന്ദബുദ്ധി, നാളെ നിന്റെ റിലീസ് അല്ലേ? ഏതെങ്കിലും മന്ദബുദ്ധി ഇങ്ങനെ ചെയ്യൂടാ? എന്റെ പഴവങ്ങാടി ഗണപതിയെ വീണ്ടും കുളമായ. ശരി വാ. ഈ കാര്യം ആരോടും പറയല് കേട്ടോ. സോപ്പ് കണ്ട് പേടിച്ച പോലീസാന്ന് പറഞ്ഞ് ഞങ്ങളെ സസ്പെൻഡ് ചെയ്തേക്കും. അതുകൊണ്ടാ ഈ കാര്യം ആരോടും പറയാതിരിക്കണമെങ്കിൽ നിങ്ങളൊരു പുതിയ സോപ്പ് വാങ്ങിച്ചു തരണം. എനിക്ക് നന്നായിട്ടൊന്ന് കുളിക്കാനുള്ളതാ. ഇവളെന്നെ പീഡന കേസ് പിന്നെ അകത്താക്കും. അണ്ണ വരുന്നുണ്ടോ? നമസ്കാരം ചേട്ടാ. സ്വീകരണം പോലെ തന്നെ ബഹുമാനവും കുറഞ്ഞല്ലേ? എനിക്ക് റെസ്പെക്ട് വേണം. എനിക്ക് ക്യാഷ് വേണം, ക്യാഷ്. എനിക്ക് GK ഒന്ന് കണ്ടേ പറ്റൂ. അണ്ണാ നാളെ GK അണ്ണന്റെ വീട്ടിൽ പാർട്ടി ഉണ്ട്. എന്തിനാ അടിച്ചതെന്ന് നിനക്കറിയാ? ആ GK അണ്ണനെന്ന് പറഞ്ഞത് അവനല്ലേ ചേട്ടാ? തല്ലിക്കൂടെ? ആ GK എന്ന് പറയുന്നവൻ എന്റെ മുന്നിൽ പുല്ലാടാ, പുല്ലേ. അവന് കൊട്ടേഷനും സ്കെച്ചും ഒക്കെ പറഞ്ഞു കൊടുത്തത് ഞാനാടാ. ഫംഗ്ഷന് കത്തയച്ചിരുന്ന ഇൻവിറ്റേഷൻ അയച്ചില്ലെങ്കിൽ ഞാൻ പോകില്ലെന്ന് അറിഞ്ഞുകൂടെ? എനിക്കറിയില്ല. ആ പേപ്പർ മേലെ എടുക്ക്. പ്രിയപ്പെട്ട ബാക്കരയാണത്. അണ്ണന്റെ ശിഷ്യ GK എഴുതുന്ന കത്ത്. അണ്ണാ, വൈകിട്ട് ഫംഗ്ഷന് നിങ്ങൾ തീർച്ചയായിട്ടും വരണം. അണ്ണന്റെ കാല് പിടിച്ച് പറയുക. എന്താ എഴുതി കഴിഞ്ഞാ? കാല് പിടിച്ച് ചോദിച്ചാ പോയല്ലേ പറ്റൂ.
അതിനോട് ജിക്കോട് പോയി പറ. പോ. എന്താണ് തുറച്ചു നോക്കുന്നത്? പോടാ. എടാ ഗോവർദ്ധന, ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് സുഖം തന്നെ. അതേടാ നിന്റെ ഭാര്യയ്ക്ക് എന്റെ കുഞ്ഞുങ്ങൾക്കും. ഇവൻ ജീക്കയുടെ ബന്ധുവായി പോയി, അല്ലെങ്കിൽ ഒരു പണി ഞാൻ കൊടുത്തേനെ. ഹേയ് ബ്രദർ, വെൽക്കം വെൽക്കം വെൽക്കം. ഒരു മൂഡ് തോന്നി, അതാ ഇങ്ങ് വന്നേ. നിനക്ക് മൂട് വന്ന് ഈ പാർട്ടിക്ക് വരുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അതെയോ? മുന്നിൽ നിൽക്കുന്ന എന്നെ കണ്ടിട്ടും ആ GK നാർക്ക് എന്നെ കെട്ടിപ്പിടിക്കാൻ തോന്നിയില്ല. അവരിട്ട് ഞാൻ പണിയും. ചേട്ടന് ആളൊരു കുള്ളനല്ലേ, അതുകൊണ്ടായിരിക്കും കാണാഞ്ഞത്. അയ്യോ, കുള്ളനെന്നൊക്കെ വിളിച്ചാവണ്ടല്ല, അടിച്ച് ഷേപ്പ് മാറ്റി ബോംബെക്ക് അയക്കും. നീ ഇവിടെ ഒരു ജോലിക്കാരനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മതി. എന്താ അതിന് സമ്മതമാണോ? മഹാലക്ഷ്മി എവിടെയുണ്ടോ അവിടെ ഞാനും ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന ഓരോ കൊട്ടേഷനും അതിൻ്റെതായിട്ടുള്ള പെർസെൻറ്റേജ് നിനക്ക് കിട്ടും. റിസ്ക് കൂടുമ്പോൾ പെർസെൻറ്റേജും കൂടും. നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ സിറ്റിയിൽ നാടാർക്ക് ശേഷം നമ്മളായിരിക്കും അടുത്ത ഡോൺ. ഡോൺ ഒരാളെ പാടുള്ളൂ. ഒരു ഉറക്കകത്ത് രണ്ട് കത്തി പാടില്ല. കേറി അങ്ങ് ഉടക്കും. നീ പറഞ്ഞത് ശരി തന്നെയാ. പക്ഷേ സിറ്റിയിൽ നാടാരെ എതിർത്തോണ്ട് ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ഭഗവാനിട്ട് പണി കൊടുക്കാൻ മടിക്കുന്നതിനും അതാ കാരണം. ഭഗവാന് നാടാരുടെ ഫുൾ സപ്പോർട്ടുണ്ട്. ഭഗവാൻ എതിർത്താൽ പിന്നെ അതാ നാടാരെ എതിർക്കുന്ന പോലെയാവും. നാടാരുടെ ചരിത്രം തുടങ്ങുന്നത് 25 വർഷങ്ങൾക്ക് മുമ്പാ. 4 പേരെ കൊന്നുകൊണ്ടായിരുന്നു സിറ്റിയിൽ അയാളുടെ തുടക്കം. അതിനുശേഷം അയാൾ ഇവിടെ ഒരു സാമ്രാജ്യം പണിതുയർത്തി. നാടാരുടെ പിള്ളേരാണ് നന്ദനും വിഷ്ണുവും ഹരിയും. ഇവരാണ് അയാളുടെ വലങ്കൈ. പലതരത്തിലുള്ള കൊട്ടേഷനുകൾ നടത്തി ഇപ്പോൾ അയാൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. താനൊരു നല്ല മനുഷ്യനാണെന്ന് കാണിച്ച് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ആ 3 പേരുമായി ഒരു ബന്ധമില്ലെന്ന് അയാൾ അഭിനയിക്കുക. പക്ഷെ ആർക്കെങ്കിലും ഇട്ട് പണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ 3 പേരെ അയാൾ അപ്പം. ഈ ഇടയ്ക്ക് നന്ദൻ തനിയെ ഒരു കൊട്ടേഷൻ ടീം ഉണ്ടാക്കിയപ്പോൾ അന്ന് രാത്രി തന്നെ അവനെ തട്ടിക്കളയാൻ നാടാര് പുതിയൊരു സംഘത്തിന് കൊട്ടേഷൻ കൊടുത്തു. അതുകൊണ്ട് നന്ദൻ ഇപ്പോൾ ഒളിവിലാണ്. പിന്നെ ഹരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊന്നും മെഗാസില്ല. എന്നെ പാർട്ടിക്ക് വിളിച്ചിട്ട് ഭഗവാന് നാടാര് അവന്റെ അമ്മേരെ നായരെന്നും പറഞ്ഞ ഒരുമാതിരി. തനിക്കാണെങ്കിൽ കൊടുക്കത്തെ ടെൻഷനാ. എന്നെയും കൂടെ ഇതിനാ ടെൻഷനാക്കുന്നേ. 24 മണിക്കൂറും ടെൻഷൻ അടിച്ച് കാശ് ഉണ്ടാക്കിയിട്ട് വല്ല ഹാർട്ട് അറ്റാക്ക് വന്ന് മൊത്തം പണം കൊണ്ടുപോയി ആശുപത്രി കൊടുക്കും. ഇതിന്റെയൊക്കെ കാര്യമുണ്ട്. നിനക്കറിയില്ല ചങ്ങാതി. സിറ്റിയിൽ എനിക്കും എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഹരിക്കിട്ടെങ്കിലും എനിക്കൊരു പണി കൊടുക്കണം. ഇക്കാര്യത്തിൽ നാടാർ കൈകടത്തരുത്. അതിന് ഞാൻ എന്താ വേണ്ടത്? വേഗം ഒരു 50 ലക്ഷം എടുക്ക, ഞാൻ തീർത്തു തരാം. 50 ലക്ഷം മതിയോ നിനക്ക്? ഞാൻ ഡബിൾ തരാം. എങ്ങനെ നടത്തുമെന്ന് പറഞ്ഞാൽ ആദ്യം പാർട്ടി പിന്നെ ബിസിനസ്. എനിക്ക് മാത്രം എന്താ ഇത്ര സൗന്ദര്യം? എന്റെ സൗന്ദര്യം കണ്ടിട്ട് എനിക്ക് തന്നെ അസൂയ തോന്നുക. ഒളിമ്പിക്സിൽ ആണുങ്ങൾക്കുള്ള സൗന്ദര്യ മത്സരം നടത്തുകയാണെങ്കിൽ ഇന്ത്യക്ക് ഞാൻ ഗോൾഡ് മെഡൽ വാങ്ങിച്ചു കൊടുക്കും. എന്നാടാ പുട്ടി പിടിക്ക് പോലെ നിൽക്കണേ? ഈ ഫംഗ്ഷനിൽ എന്നെക്കാൾ സുന്ദരനുണ്ടാ? ലെറ്റ്സ് എൻജോയ് ദി പാർട്ടി. അവൻ സുന്ദരനായിരിക്കും, പക്ഷെ എന്നെക്കാൾ സുന്ദരനാളാ. എന്താ പാഗ്രേട്ടാ ഇത്ര ലേറ്റ് ആയിട്ടാണോ പാർട്ടിക്ക് വരുന്നത്? പൂജപ്പറ്റയിലെ ചപ്പാത്തി അങ്ങ് പിടിച്ചെന്ന് തോന്നുന്നു. ഡേയ് അണ്ണന് വേഗം സ്മോൾ കൊടുക്ക്. എനിക്ക് ആദ്യം വേണ്ടത് റെസ്പെക്റ്റാ. അണ്ണൻ ഏതോ ഒരു പുതിയ ബ്രാൻഡ് ചോദിക്കുന്നുണ്ട്, അത് തന്നെ കൊടുക്കണം. ചങ്ങാതി വാ. എന്റെ പേര് പാക്കര ഫ്രം പഴവങ്ങാടി. അതിനിപ്പോ ഞാനെന്താ വേണ്ടേ? പുതുതായിട്ട് കൂട്ടുകാരാകുമ്പോ പേര് പറഞ്ഞല്ലേ പരിചയപ്പെടുന്നോട് സഹിക്കാൻ വയ്യ. തനിക്ക് വേണ്ടി ഞാൻ ഒരു ഫേവർ ചെയ്യാം. അതിൽ ഒരുത്തും തട്ടിപ്പോയാ അക്കൗണ്ട് തന്റെ പേര് പരിഹരിക്കാം. ഞാൻ കൂട്ടുകാരനാണെങ്കിൽ വേറെ തട്ടി പോണെന്ന്. എന്നെ അടുത്ത് തിരിച്ചു തവരല്ലേ? നീ അവനടിക്ക്.